ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇങ്ങനെ തടി കുറച്ചെന്നുള്ള ഒരു വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തടി കുറച്ചത്, ഡയറ്റ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അധിക സമയം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ തടി കൂടിയത്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, ബേക്കറി ആയിക്കോട്ടെ. അധികം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളാണ്. ശർക്കര ജിലേബി, അതുപോലെ കേക്കുകൾ, ടീ കേക്ക്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല മധുരമുള്ള ചായ ഇന്നിട്ടതിനേക്കാളും ചെറിയ സ്പൂണും കൂടി നാളെ കൂട്ടിയിട്ടിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കാറ്. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. ഒരുവിധമുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ പറയുന്നു എൻ്റെ തടി കാരണമാണ് പ്രഗ്നൻ്റ് ആവാത്തത്. ഒരുപാട് ആൾക്കാർ കുത്തി വേദനിപ്പിക്കാൻ പറ്റുന്നിടത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തിരുന്നില്ല. പലപ്പോഴും പല രീതിയിലും പറഞ്ഞിട്ട് എനിക്ക് അത് കേൾക്കാൻ വയ്യാണ്ടെങ്കിൽ ഞാൻ ഫുഡൊന്ന് കൺട്രോൾ ചെയ്തോട്ടെ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരെന്നോട് പറയുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ കഴിക്കുകയും ചെയ്യുക. പിന്നെ അതേപോലെ എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്. എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കും, അത് ഞാൻ തന്നെ കഴിക്കും. എൻ്റെ സങ്കടം മാറുന്നവരെ ഞാൻ ഫുഡ് കഴിക്കും. അങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 4 വർഷമൊക്കെ കഴിഞ്ഞിരിക്കണം. പ്രഗ്നൻ്റ് ആവാത്തതൊക്കെ തുടക്കത്തിലൊക്കെ പലരും ചോദിക്കും വേണ്ടെന്ന് വെച്ചതാണോ എന്ന്. പിന്നെ ചോദ്യം ആർക്കാണ് കേട്. ഓർക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ തടി കുറച്ച് കൺട്രോൾ ചെയ്തിരുന്നു. പക്ഷെ ഇമോഷണലി ഡൗൺ ആയിരുന്നു. തടി കുറക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ 4 കൊല്ലം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവണതിൻ്റെ മുന്നേ എനിക്ക് 3 അബോർഷൻ ആയിട്ടുണ്ട്. പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നുണ്ട്. അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോൾ നല്ലോണം ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഫസ്റ്റ് പ്രഗ്നൻസി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. എനിക്ക് വല്ലാണ്ട് ആഗ്രഹങ്ങൾ ഒക്കെ ഞാൻ ഒരു ലിമിറ്റ് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. കാരണം അത് കാരണം എൻ്റെ ഉള്ളിലുള്ള ബേബിക്ക് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ളത് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിരുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു ബുദ്ധിമുട്ട് വരരുത് ജസ്റ്റ് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയി മാഷാല്ലാ ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് സിസേറിയൻ ആയിരുന്നു. ഫാമിലി മെമ്പേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ വാതിലിൻ്റെ ആ കട്ടിയിലെ അത്ര ഉണ്ടായിരുന്നു. ഞാൻ അത്ര ഒന്നുമില്ല, എന്നാലും ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ല ഞാൻ ഇതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അതിൽ കൂടെ കൊള്ളാണ്ടാവോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം തടിച്ചിട്ടൊന്നുമില്ല. അന്ന് ഡെലിവറി ആവണ വരെ ഞാൻ എത്രയായിരുന്നു വെയിറ്റ്, ആ വെയിറ്റ് തന്നെ. അതിൽ കൂടുതൽ ഞാൻ വെയിറ്റ് ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളല്ല, എനിക്ക് ഒരു ഡ്രസ്സും എനിക്ക് മാച്ച് ആവേണ്ട. അല്ല, എന്ത് ഫങ്ഷൻ വന്നാലും ഞാൻ ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ നിങ്ങൾക്കുള്ള സൈസ് ഇവിടെ ഇല്ല, ആ രീതിയിലാണ്. അല്ലെങ്കിൽ 4XL ഒക്കെ മോഡൽ എടുത്ത് കാണിച്ചു തരും. അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത മോഡലുകളാവും. ഒന്നല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൂല. അല്ലെങ്കിൽ ബിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഈ തടിയുള്ളത് കാരണം സൈഡ് ഓപ്പൺ ചെയ്യാണ്ട് ഞാൻ അടിക്കാറ്. അടിക്കണ ആൾ പറയും തുണി തികയൂല, ഒന്നുമില്ലെങ്കിൽ കുറച്ച് തുണി കൂട്ടി അടിക്കണം, അല്ലാണ്ട് ഈ തുണി വെച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റില്ല അറിയും. ഏറ്റവും ലെങ്ത്ത് കിട്ടണ മെറ്റീരിയൽ നോക്കി പർച്ചേസ് ചെയ്യും, എന്നിട്ട് അതടിക്കും. കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല, എന്നാലും ഡ്രസ്സ് ഇടണമല്ലോ. തടി കുറക്കണം എന്ന് വിചാരിച്ചിട്ട് ജിമ്മിന് പോയി തുടങ്ങി. ഫസ്റ്റത്തെ ഒരു മാസമൊന്നും ഇങ്ങോട്ട് പോയി ശരിയായി വരികയില്ല. പോകണം, കുറച്ച് ദൂരത്തെ ഇന്ന്, അതുകൊണ്ട് തന്നെ ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടും. പിന്നെ മോള് ചെറുതാണ്, മോൾക്ക് 1.5 വയസ്സായപ്പോഴാണ് ഞാൻ ജിമ്മിന് പോയി തുടങ്ങിയത്. എല്ലാം കൂടെ എനിക്ക് കണ്ട് ശരിയായി വരുന്നില്ല. ഫസ്റ്റത്തെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയി പോയില്ല. ഒരാഴ്ച ഒരു ദിവസം പോയാൽ 3 ദിവസം ഞാൻ പോകില്ല. അങ്ങനെ എനിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം ഞാൻ അങ്ങനെ ജിമ്മിന് പോയിട്ടുണ്ട്. ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം ജിമ്മിന് പോയില്ല, അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തെ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഞാൻ റീജോയിൻ ചെയ്ത്. എൻ്റെ ഹസ്ബൻഡ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജിമ്മിൽ. അവർ പോയി തുടങ്ങിയപ്പോൾ എനിക്കും പോയി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമായി. അങ്ങനെ ഞാനും പോയി തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റത്തെ ഒരു മാസം പോയി, 2 ഒരുമിച്ച് ഇറങ്ങും. രാവിലെ ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായില്ല, ഒരുമിച്ച് ഇറങ്ങും. മോൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഇറങ്ങിയിട്ട് മൂപ്പരെ ജിമ്മ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജിമ്മ്. അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാനല്ലെങ്കിലും മൂപ്പരെന്നെ വിളിച്ചോണ്ടും അവർ പോവാതിരിക്കാൻ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പോയി തുടങ്ങി
മാഷാഅല്ലാ ഫസ്റ്റത്തെ മാസം ഡയറ്റൊക്കെ തന്നെ അവര് സ്ട്രിക്റ്റ് ആയിട്ട് ജോറാക്ക് കറക്റ്റ് ഡയറ്റൊക്കെ എടുക്കുന്ന കാരണം എനിക്കോ ഡയറ്റ് എടുക്കാണ്ട് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ പിന്നെ ഞാനെടുത്ത് തുടങ്ങി. പിന്നെ അതിനോട് നമുക്ക് ഫുഡൊക്കെ മാച്ചായി തുടങ്ങി. പുറത്തുനിന്ന് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും അൽഫാമ അങ്ങനെ ചപ്പാത്തി അങ്ങനെ സാധാരണ മന്തി ബിരിയാണി ആ കൺസെപ്റ്റൊക്കെ മാറി അൽഫാമാണെങ്കിൽ ഒരു കഷ്ണം മയണൈസ് ഒന്നും ഇല്ലാണ്ട് നല്ലോണം വെള്ളം കുടിക്കുക. നമ്മൾ ഡയറ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ വെയിങ് മെഷീൻ വാങ്ങിച്ചു വെച്ചിരുന്നു. വെയിങ് മെഷീൻ വാങ്ങിച്ചു വെച്ചാൽ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അങ്ങനെ ഒന്നല്ല, എപ്പോഴും വെയിങ് മെഷീനില്ല. ഒരു 100 ഗ്രാം അല്ല 100 1 ഗ്രാമെങ്കിലും കുറയുകയാണെങ്കിൽ കുറയട്ടെ വെച്ചിട്ട് എപ്പോഴും വെയിങ് മെഷീനിൽ വെയിറ്റ് നോക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. വെയിറ്റില് ഫസ്റ്റത്തെ മാസം പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു, 5 കിലോ ഒക്കെ കുറഞ്ഞു. രണ്ടാമത്തെ മാസം വെയിറ്റ് എനിക്ക് കുറഞ്ഞില്ല, സ്റ്റെക്കായിട്ട് നിന്ന്. അപ്പൊ പിന്നെ ടെൻഷനായി. അപ്പൊ ഞാൻ ട്രെയിനറോട് ഞാൻ ചോദിച്ചു. രണ്ടാമത്തെ മാസം വെയിറ്റ് സ്റ്റെക്കായി നിന്നപ്പോൾ ട്രെയിനറോട് പറഞ്ഞു വെയിറ്റ് കുറയണില്ല പറഞ്ഞു. അപ്പോൾ ട്രെയിനർ തന്നെ ഒന്നല്ലേ നമുക്ക് ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം, ഫുഡിൽ ഡയറ്റിലും ചേഞ്ചസ് വരുത്താം, അതുപോലെ തന്നെ വർക്കൗട്ടിനും ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്താൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ഇയാൾ ടെൻഷനാകൊന്നും വേണ്ട, ഇയാൾ നല്ല ഇഞ്ച് ലോസ് ഉണ്ട്, വെയിറ്റ് സ്റ്റെക്ക് ആയിക്കോട്ടെ, ഇഞ്ച് ലോസ് സംഭവിച്ചിരിക്കണേ, അതുകൊണ്ട് ടെൻഷനാകൊന്നും വേണ്ട, അത് കുറഞ്ഞോളും എന്ന് പറഞ്ഞു. അവനെനിക്ക് സമാധാനമായി. പക്ഷെ നമ്മൾ ഈ കുടുംബത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഈ എന്താ ജിമ്മിന് പോണ ആളല്ലേ, എന്നിട്ട് എനിക്കൊരു വ്യത്യാസം ഇല്ലല്ലോ, ജോറാക്കി എന്തുപോലും മെല്ലിക്കണേ, എന്നെ കാണുമ്പോഴും ഈ അന്നും ഇന്നൊക്കെ ഒരേപോലെ തന്നെ, ഈ എന്താ അവിടെ കൊണ്ടുപോയി കാട്ടണേ, അങ്ങനെയൊക്കെ ചോദിക്കണ ആൾക്കാരുണ്ട്. കുറഞ്ഞിക്കണേന്ന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഇങ്ങനെ ഇടങ്ങറാക്കി വർത്തനം പറയണമെങ്കിൽ നിർത്തിക്കൂടെ ചോദിക്കണം. ഞാൻ രണ്ടാളും മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഒരു പറയും അയ്യ അതൊന്നും കാര്യമാക്കണ്ട, അസൂയക്കാരങ്ങനെ പലതും പറയും, അതൊന്നും മൈൻഡ് ആക്കണ്ട പറയും. അവർക്കിപ്പോ എന്താല്ലേ അസൂയിക്കാൻ. ഫസ്റ്റത്തെ 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം മുതൽ ഈ ഡയറ്റിനോട് ഞാൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആയി. അപ്പൊ പിന്നെ കറക്റ്റ് ഡയറ്റ് എടുക്കലോടെ 2 മാസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇഞ്ച് ലോസ് ഒക്കെ വന്നു. അപ്പോൾ പഴയ ഡ്രസ്സൊക്കെ കറക്റ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഹാപ്പിയായി. ഞാൻ എന്താ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡയറ്റ് ഇങ്ങനെ ഉണ്ടായി. രാവിലെ ജിമ്മിന് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും നട്ട്സ് കഴിക്കും, ഒരു ഗ്രീൻ ടീയും കഴിച്ചിട്ട് 4 ആൽമണ്ടും ഒരു 3 ഡേറ്റ്സും കഴിക്കും. അത് കഴിഞ്ഞിട്ട് ജിമ്മിന് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയത് 2 എണ്ണത്തിൻ്റെ വെള്ളയും ഒരു ഫുള്ളും കഴിക്കും, അങ്ങനെ കഴിക്കും. പിന്നെ ഒരു മിഡ് മോർണിംഗിൽ ഒരു അനാറോ അല്ലെങ്കിൽ ഒരു റോബസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ, 2 ചപ്പാത്തി കഴിക്കായിരുന്നു. പിന്നെ സ്റ്റെക്കായി എന്ന് പറഞ്ഞപ്പോൾ ഒരു ചപ്പാത്തിക്ക്, അതും അതിൻ്റെ കൂടെ പ്രോട്ടീൻ, അതായത് ഒന്നില്ലെങ്കിൽ സോയാബീൻ്റെ കറിയോ അതല്ലാണ്ടെങ്കിൽ ചിക്കനോ അങ്ങനെ, അല്ലെങ്കിൽ പനീർ, അങ്ങനെ ഈ 3 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കഴിക്കുന്നത് കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിക്കും. ഫസ്റ്റത്തേതൊക്കെ 2 ചപ്പാത്തിയും നൈറ്റ് ഒരു ചപ്പാത്തിയായിരുന്നു. പിന്നെ ഡയറ്റ് സ്ട്രിക്റ്റ് ആക്കി എന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഒരു ചപ്പാത്തി കഴിക്കും. വൈകുന്നേരം ഞാൻ അധിക ദിവസം ഞാൻ കോഴിമുട്ട കഴിക്കലില്ല. പക്ഷെ വല്ലപ്പോഴും ഞാനൊക്കെ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം കഴിക്കലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കഴിക്കൂല, അല്ലാണ്ട് ഞാൻ റോബസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ഡിന്നർ വരുമ്പോൾ ഞാനൊരു മാക്സിമം വീട്ടിലുള്ള സമയത്ത് 7 മണിക്ക് കഴിക്കാൻ നോക്കലുണ്ട് മാക്സിമം. കാരണം കഴിക്കാൻ നോക്കലുണ്ടെങ്കിൽ നല്ലോണം വിശക്കും. അപ്പോൾ ഞാൻ 7 മണിൻ്റെ മുന്നേ തന്നെ കഴിക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായാലും വിശന്നാലും ഞാൻ കഴിക്കൂല. പിന്നെന്താ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നട്ട്സ്, നല്ലോണം സഹിക്കാൻ പറ്റാത്ത വിശപ്പാണെങ്കിൽ തല കണക്കെ വിശപ്പുണ്ടെങ്കിൽ നട്ട്സ് ഒരു ഹാൻഡ്ഫുൾ എന്തെങ്കിലും നട്ട്സ് എടുത്ത് കഴിക്കും. അപ്പോൾ കുറേ ആശ്വാസം കിട്ടും. വെയിറ്റ് സ്റ്റെക്കായി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് 2 ചപ്പാത്തി കഴിക്കണോട്ട് 1 ചപ്പാത്തി കഴിക്കുക, രാത്രി എന്തെങ്കിലും ഫ്രൂട്ട് ആക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത്. പിന്നെ രാവിലെ കോഴിമുട്ട കഴിക്കാൻ പറ്റാത്ത ദിവസം ഞാൻ ഓട്സ് ഉണ്ടാക്കും. അതായത് ഓവർനൈറ്റ് ഓട്സ് ആക്കിയിട്ട് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് അത് വന്ന പാട് കഴിക്കും, അങ്ങനെ ചെയ്യും. പിന്നെ ഈവനിങ് കോഴിമുട്ട എടുക്കും, അങ്ങനെ ചെയ്യല്. ഷുഗർ ഒഴിവാക്കി, ഓയിൽ ഒഴിവാക്കി, തടി നല്ല രീതിയിൽ കുറഞ്ഞ് ഞാനൊരു പെട്ടെന്ന് എത്രയായി 68 കിലോ ആയി. എനിക്ക് എല്ലാ സൈസ് ഡ്രസ്സും മാച്ച് ആവാണ്ട്. എന്നെ കാണുന്ന കസിൻസും എല്ലാവരും പറയൽ തുടങ്ങി അയ്യ നല്ലോണം മെലിഞ്ഞിക്കണേ, എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ ഹാപ്പിയായി. പക്ഷെ അത് അധിക കാലം ഈടുന്നില്ല. മാഷാ അല്ലാഹ് ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി.
അപ്പം പിന്നെ ഞാൻ അത്രയും കാലം എനിക്കറിയാം അത്രയും കാലം എങ്ങനെയായിരുന്നോ ഡയറ്റ് എടുത്തിന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി. ഞാൻ അത്രയും കാലം ഒരു 4-6 മാസത്തോളം ഞാൻ വൈറ്റ് റൈസ് പറ്റ ഒഴിവാക്കിയിരുന്നു. അങ്ങനത്തത് എനിക്ക് അതിനോടൊരു ആർത്തിയായി. എനിക്ക് അച്ചാറായാലും ഞാനത് കഴിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതും എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കുറച്ച് കറികളുണ്ട്. ഇനിയിപ്പോൾ മീൻ കറി ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, രാവിലത്തെ കറി ആയിക്കോട്ടെ, അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കണ എന്ത് കറി എനിക്ക് ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. ഞാനായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ഈ ഫസ്റ്റത്തെ 3 മാസം എനിക്ക് കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന. 9 മാസത്തോളം ഞാൻ റൈസ് തിന്നിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മധുരം, അത്രയും കാലം എനിക്ക് മധുരം തിന്നാത്തതോടെ നല്ലോണം മധുരം കഴിച്ചിരുന്നു. മധുരം എനിക്ക് ആ പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ ആ ക്രീം കേക്കൊക്കെ കഴിച്ച് നോക്കിയിരിക്കണത് തന്നെ. നല്ല ഇഷ്ടം, അടിച്ച് പൊളിച്ച് കഴിക്കും. അത് അങ്ങനെട്ടാ ഈ ഉറങ്ങാൻ കിടന്ന ഒരു 10 മണിക്ക് ശേഷം എനിക്കൊരു വിശപ്പ് വരാണ്. അപ്പോഴാണ് ഞാൻ വീട്ടിലുള്ള സകല ബേക്കറി പാത്രങ്ങളും തുറന്നു നോക്കി. അങ്ങനെയാണ് ഇനി വെയിറ്റ് കൂടിയ ആള് വെയിറ്റ് കുറഞ്ഞു ചെയ്ത്, വെയിറ്റ് കുറഞ്ഞ ആള് വെയിറ്റ് കൂടുകയും ചെയ്തു. ഇപ്പൊ ഞാന് ഇതാ മോൻ 2ാമത്തെ ഡെലിവറി മോനെ കഴിഞ്ഞ സമയത്ത് ഞാൻ 104 വെയിറ്റ് ഉണ്ടായിരുന്നു. അതിലും കൂടി. അപ്പോൾ ഇപ്പൊ ഞാൻ 104 79 എത്തിച്ചിരുന്നു. ഇപ്പൊ മോനിക്ക് ഇതാ 9 മാസമായി. അപ്പോൾ ഡയറ്റും എക്സസൈസും ആണ് മെയിൻ. അത് ചെയ്താൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് കുറയും. ഇപ്പൊ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടാണ് 25 കിലോ ഞാൻ കുറച്ച്. അപ്പോൾ എല്ലാവരും ഇന്നെ പോലെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു ഡയറ്റ്, പിന്നെ വർക്കൗട്ട് ചെയ്യില്ല. ജിമ്മിന് പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാം. ഒരുപാട് ആൾക്കാർ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ അവർ കൂടെ ചെയ്യാൻ ഇഷ്ടമാണെന്നല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ ജിമ്മിന് പോയിട്ട് ട്രെഡ്മില്ലിൽ 10 മിനിറ്റ് നടന്നാലും പ്ലസ് വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ 10,000 സ്റ്റെപ്പ് കവർ ചെയ്യും. എങ്ങനെ നോക്കി ഞാൻ 10,000 സ്റ്റെപ്പ് കവർ ചെയ്യുന്നു. അതിൻ്റെ ഒരു വാശിയാണ്. അത് വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 10,000 സ്റ്റെപ്പ് എങ്ങനെയെങ്കിലും. ഫസ്റ്റത്തെ മാസമൊക്കെ എനിക്കൊരു 3 മണിക്കൂറൊക്കെ വേണ്ടി വരും 10,000 സ്റ്റെപ്പ് കവർ ചെയ്യണമെങ്കിൽ. പിന്നെ അത് കുറഞ്ഞു വന്നു തുടങ്ങി 10,000 സ്റ്റെപ്പ്. അപ്പോൾ തടി കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു ഡയറ്റും നല്ല ഹോം വർക്കൗട്ടും ചെയ്താൽ തന്നെ മെലിയും, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വേറൊരു വീഡിയോയുമായി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.